لله رب الأرض والسماء جعل العلماء ورثة الأنبياء ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم واتقوا الله ويعلمكم الله والله بكل شيء عليم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് ഭുജാതരായ ഓർമ്മകൾ സമൂഹത്തിൽ നിലനിൽക്കുകയും അവിടുത്തോടുള്ള സ്നേഹവും മഹബത്തും എപ്രകാരമാണ് നിർവഹിക്കപ്പെടേണ്ടത് എന്നുള്ള വിഷയം വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ വിശ്വാസികൾ മനസ്സിരുത്തി പഠിക്കേണ്ടുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ബഹുമാനവും സ്നേഹവും ആദരവും വിശ്വാസിക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലോ ദിനങ്ങളിലോ പരിമിതപ്പെടുത്തേണ്ടതല്ല, മറിച്ച് അവൻ്റെ ജീവിതാന്ത്യം വരെ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുത്തോടുള്ള സ്നേഹം, അവിടുത്തെ ചര്യകളെ പിൻപറ്റുക എന്നുള്ളത്, അവിടുത്തെ ചരിത്രങ്ങളെ സത്യസന്ധമായി മനസ്സിലാക്കുക എന്നുള്ളത് വിശ്വാസികളുടെ കടമയാണ്. അവിടുത്തോടുള്ള ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും വകുപ്പിൽപ്പെട്ടതാണ് അവിടുന്ന് ഈ ലോകത്തോട് പഠിപ്പിച്ചിട്ടുള്ള ഹദീസുകൾ ലോകത്തിൻ്റെ മുമ്പിലേക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി അക്ഷീണയത്നം പ്രയത്നിച്ച, കഠിനാധ്വാനം ചെയ്ത മഹാരഥന്മാരായ ഉലമാക്കളെ നമ്മൾ പരിചയപ്പെടുക എന്നുള്ളതും, ആ കൂട്ടത്തിൽ ഏറെ അറിയപ്പെടുന്ന, ഏറെ പ്രസിദ്ധിയാർജിച്ച മദീനയുടെ പണ്ഡിതൻ എന്നറിയപ്പെട്ടിരുന്ന മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ, അദ്ദേഹത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമുക്ക് ഒരൽപ്പം കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ജീവിച്ച ആ മദീനയിൽ മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 93-ാമത്തെ വർഷം അവിടുന്ന് ജനിക്കുകയുണ്ടായി. വിജ്ഞാനത്തോടെ അടങ്ങാത്ത ദാഹമുണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ തന്നെയാണ് ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ വളർന്നതും അതേപോലെ തന്നെ തൻ്റേതായ ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങൾ കഴിച്ചുകൂട്ടിയതും. ആ രംഗത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം എന്നുള്ളതിന് തെളിവാണ് അക്കാലഘട്ടത്തിലും ഇന്നും പറയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. ഇദാ ദുകിറൽ ഉലമാ ഫമാലികുൻ നജ്മു. ഉലമാക്കളെ, പണ്ഡിതന്മാരെ പറയപ്പെട്ടാൽ അവരിലെ നക്ഷത്രമായി അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. ലോകമാകെ പലയിടങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന മാലിക്കി മദ്ഹബിൻ്റെ ആ മദ്ഹബിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന ഇമാമാണ് ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഹിജ്റ 93-ൽ അദ്ദേഹം ജനിച്ച് പിന്നീട് വളർന്നു വന്ന അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വിജ്ഞാനത്തോട് അടങ്ങാത്ത ദാഹമുണ്ടായിരുന്ന കുഞ്ഞുനാളിൽ തന്നെ ഉമ്മ ഒരു പണ്ഡിതന്റെ സമീപത്തേക്ക് അദ്ദേഹത്തെ വിജ്ഞാനം നേടുവാൻ വേണ്ടി മദീനയിൽ പറഞ്ഞയക്കുകയാണ്. റബീഅത്ത് ഇബ്നു അബീ അബ്ദുറഹ്മാൻ എന്നറിയപ്പെട്ടിരുന്ന അക്കാലഘട്ടത്തിലെ സുപ്രസിദ്ധനായ ഒരു പണ്ഡിതന്റെ അടുത്തേക്ക് നല്ല വസ്ത്രം ധരിപ്പിച്ച് നല്ല ഭംഗിയാർന്ന മനോഹരമായ വേഷത്തോടുകൂടി തൻ്റെ മകനെ മാതാവ് പറഞ്ഞയച്ചു എന്നാണ്. കാരണം വിജ്ഞാനം നേടുവാൻ പുറപ്പെടുമ്പോൾ ആ വിജ്ഞാനത്തോടുള്ള ആദരവിൽപ്പെട്ടതാണ് മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി വൃത്തിയില്ലാതെയല്ല പോകേണ്ടത്, മറിച്ച് നല്ല ഭംഗിയാർന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് പോകല്ല വിജ്ഞാനത്തിന് പുറപ്പെടുമ്പോഴുള്ള
മര്യാദയാണെന്നുകൂടി ആ മാതാവ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഗുരുവിൻ്റെ അടുത്ത് ചെന്നാൽ തഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമിഹി, അദ്ദേഹം പകർന്നു തരുന്ന വിജ്ഞാനത്തിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പാലിക്കേണ്ടുന്ന അദബുകൾ നീ പഠിക്കണം മോനെ എന്ന് മാതാവ് തൻ്റെ മകനോട് വസിയ്യത്തായി പറഞ്ഞിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ചെറുപ്പത്തിൽ തന്നെ 10 വയസ്സാകുന്നതിൻ്റെ മുമ്പ് തന്നെ ഖുർആൻ ഹൃദിസ്ഥമാക്കി എന്നാണ് ചരിത്രം. പിന്നീട് ഹദീസുകളോടുള്ള വലിയ താല്പര്യം, മദീനയിൽ തന്നെ ജീവിച്ചു വളർന്ന അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വചനങ്ങൾ, ഹദീസുകൾ ധാരാളമായി പഠിക്കുവാനും അന്വേഷിക്കുവാനുമുള്ള മോഹം, ആ മേഖലയിൽ എന്ത് ത്യാഗം സഹിക്കുവാനും അദ്ദേഹം സന്നദ്ധനായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് വിജ്ഞാനം നേടുവാൻ വേണ്ടി ഹദീസിൻ്റെ മേഖലയിൽ തെരഞ്ഞെടുത്തത് മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രമുഖ ശിഷ്യനായി അറിയപ്പെട്ടിരുന്ന താബിഈങ്ങളിൽ പ്രസിദ്ധനായ നാഫിഅ് റളിയല്ലാഹു തആല അൻഹുവിനെ ആയിരുന്നു തെരഞ്ഞെടുത്തത്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിജ്ഞാനത്തിന് വേണ്ടി ഹദീസ് പഠിക്കാൻ പോകുന്ന രംഗം അദ്ദേഹം പറയുന്നത് നമുക്ക് മാതൃകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, കുൻതു ആതി നാഫിഅൻ നിസ്ഫൻ നഹാർ, നട്ടുച്ച നേരമാകുമ്പോഴാണ് പലപ്പോഴും നാഫിഅ് റഹിമഹുള്ളയുടെ വീട്ടുപടിക്കൽ ഞാൻ എത്തുക. വമാ തുദില്ലുനി ശജറു മിനശ് ശംസി ഇലാ ഖുറൂജിഹി, ആ നട്ടുച്ചയിൽ ഒരു തണൽ പോലും എനിക്കില്ലാതെ, ഒരു മരം പോലും തണൽ നൽകാനില്ലാത്ത കഠിനമായ നട്ടുച്ച വെയിലിൽ ഞാൻ എൻ്റെ ഗുരുവര്യൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതും കാത്തു നിൽക്കും ഏറെ സമയം. അദ്ദേഹം പുറത്തേക്ക് വന്നാൽ ഓടിച്ചാടി കയറി അദ്ദേഹത്തോട് ഞാൻ മതപരമായ കാര്യങ്ങളിലുള്ള എൻ്റെ സംശയങ്ങൾ ചോദിക്കാറില്ല. മറിച്ച് പുറത്തിറങ്ങിയാൽ അദ്ദേഹത്തെ അല്പനേരം ഒന്ന് വിട്ടതിൻ്റെ ശേഷമാണ് ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞ് പിന്നീടാണ് ഞാൻ എനിക്കറിയേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം എനിക്ക് മറുപടി പറയുകയും ചെയ്തിരുന്നത് എന്ന്. അറിവ് നേടുന്നതിൻ്റെ മാർഗത്തിലുള്ള ത്യാഗമാണ് പ്രിയമുള്ളവരെ ഈ മഹാരഥന്മാരുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു ഖുർആൻ പഠിക്കാനുള്ള വേദിയുണ്ട്, ഒരു ഹദീസ് പഠിക്കുവാനുള്ള വേദിയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊന്നും സമയമില്ല, നമുക്കൊന്നും സന്ദർഭമില്ല. ട്രാഫിക്കാണ്, തിരക്കാണ്, എനിക്ക് ജോലി തിരക്കാണ്, 100 കൂട്ടം പണികളുണ്ടെന്ന് പറയുന്ന നമ്മൾ ചിന്തിക്കുക, നമ്മുടെ മുൻഗാമികൾ ഒരു ഹദീസ് പഠിക്കുവാൻ വേണ്ടി ധാരാളക്കണക്കിന് കിലോമീറ്ററുകൾ, ഇന്ന് കാണുന്ന അധുനാധുന വാഹന സൗകര്യങ്ങളും റോഡ് സൗകര്യങ്ങളും ഇല്ലാത്ത കാലത്ത് ഏറെ ത്യാഗം സഹിച്ചവരാണ്, ചൂട് സഹിച്ചവരാണ്, വെയിൽ കൊണ്ടവരാണ്. ഒരു ഹദീസ് നേടുവാനെന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കുമ്പോൾ അവരൊക്കെ പോയ സ്വർഗത്തിലേക്ക് പോകുവാൻ കാത്തു നിൽക്കുന്ന നമ്മൾ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകൾ പഠിക്കുവാനും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ മനസ്സിലാക്കുവാനും ഒക്കെയുള്ള നമ്മുടെയൊക്കെ താല്പര്യവും നമ്മുടെയൊക്കെ ഉത്സാഹവും എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഗുരുവിൻ്റെ മുമ്പിൽ പാലിച്ച അദബിൻ്റെ പാഠങ്ങളും ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 21 വയസ്സായപ്പോഴേക്ക് മാലിക് റഹിമഹുല്ല ഫത്വ നൽകാൻ മാത്രം ഇൽമിൽ പ്രാവീണ്യം നേടി എന്നാണ് ചരിത്രം. അറിവ് നേടി അദ്ദേഹത്തിൻ്റെ അടുക്കൽ പലരും എത്തിയിരുന്നു എന്ന്. ഹദീസുകളോടുള്ള ബഹുമാനം കാരണത്താൽ ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അത് സത്യസന്ധമായിരിക്കണം എന്ന കൃത്യമായ നിഷ്കർഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. വല്ല സംശയവും ഒരു ഹദീസിൻ്റെ വിഷയത്തിൽ തോന്നിയാൽ അദ്ദേഹം പിന്നെ അത് മുഴുവനങ്ങ് മാറ്റിവെക്കും. സംശയം തീർന്നിട്ടേ ആ ഹദീസ് ഉദ്ധരിക്കുകയുള്ളൂ എന്ന് മഹാനവറുകളുടെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. മാത്രമല്ല, മുത്ത് മുസ്തഫായുടെ ഒരു ഹദീസ് തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ പറയുമ്പോൾ അത് പറയുന്ന വേളയിൽ പോലും വലിയ അദബോടെ, ഗാംഭീര്യത്തോടെ, ഭയഭക്തിയോടെ മാത്രമാണ് ഹദീസുകൾ സംസാരിച്ചിരുന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും, അതിൻ്റെ മുമ്പേ കുളിച്ച് ശുദ്ധിയായി സുഗന്ധം പൂശും, എന്നിട്ട് ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ടായിരുന്നു തൻ്റെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വന്നുകൊണ്ട് മുത്ത് മുസ്തഫായുടെ ഹദീസുകൾ അവിടുന്ന് പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുത്തിരുന്നത് എന്ന്. മാത്രമല്ല, തൻ്റെ വിദ്യാർത്ഥികളോട് അതിൻ്റെ കാരണവും പറഞ്ഞു. ഉഹിബ്ബു അൻ ഉഅല്ലിമ ഹദീസ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളെ ബഹുമാനിക്കണമെന്ന് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന്. ആ നിലക്കാണ് അദ്ദേഹം മുത്ത് മുസ്തഫായുടെ ഹദീസുകളെപ്പോലും കണ്ടത്. വിദ്യാർത്ഥികളോട് അദ്ദേഹം ഈ കാര്യം ഉപദേശിച്ചിരുന്നു. ഹഖ്ഖുൻ അലാ മൻ ത്വലബൽ ഇൽമ, പദം പഠിക്കുന്ന വിജ്ഞാനത്തിൻ്റെ കുതുകികളായ വിദ്യാർത്ഥികളുടെ മേൽ അനിവാര്യമായ കടമയാണ്
അൻ യകൂന ലഹു വഖാറുൻ വസകീനത്തുൻ വഖശിയ. മതപരമായ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ നല്ല ഗാംഭീര്യമുണ്ടാകണം, റബ്ബിനെ പേടിയുണ്ടാകണം, ഭക്തിയുണ്ടാകണം, അടക്കമുണ്ടാകണം, ഒതുക്കമുണ്ടാകണമെന്ന്. ആവശ്യമുള്ള കാര്യങ്ങളിലല്ലാതെ അനാവശ്യമായ കാര്യങ്ങളിൽ വൈജ്ഞാനിക ഘട്ടങ്ങളിൽ തർക്കിക്കുന്നത് പാടില്ലെന്ന് അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരുന്നു. കാരണം അത് വിജ്ഞാനത്തിൻ്റെ ശോഭ തച്ച് കെടുത്തുമെന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ആളുകൾക്കിടയിൽ പകയും വിദ്വേഷവും വളർത്തുവാനേ അനാവശ്യമായ കുതർക്കങ്ങൾ നിമിത്തമായി മാറുകയുള്ളൂ എന്ന് അതേ അവസരത്തിൽ ആവശ്യമായ മസലകളിൽ തൻ്റെ ശിഷ്യന്മാരോട് വളരെയേറെ വ്യക്തമായ കാര്യങ്ങൾ വ്യക്തതയോടെ വിശദീകരിച്ചു കൊടുക്കുന്നതിൽ ധാരാളം സമയം മഹാനവറുകൾ കണ്ടെത്തിയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ വ്യക്തമായി കാണാൻ സാധിക്കും. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോടുള്ള ബഹുമാനത്തിൻ്റെ മറ്റൊരു മാതൃക നോക്കൂ. അവിടുന്ന് ശിഷ്യന്മാരോട് പറയും, ഒരു ഹദീസ് പഠിപ്പിക്കുന്ന ദർസിൽ ഒരു ഹദീസ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ സാഗൂതം ശ്രവിക്കണം. ഈ പറയുന്ന ഹദീസിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം പോലും ഉയർത്തരുത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് അല്ലാഹു പഠിപ്പിച്ച മര്യാദയിൽപ്പെട്ടതായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്ന നിലക്ക് നിങ്ങൾ ശബ്ദമിടരുത് എന്ന് പഠിപ്പിച്ച അദബിൽപ്പെടും. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം അവിടുത്തെ വാക്കുകളായ ഹദീസുകൾ പറയുന്നിടത്തും നിങ്ങൾ ഒച്ചയുണ്ടാക്കരുത്, ബഹളമുണ്ടാക്കരുത്, ശബ്ദമുണ്ടാക്കരുത് എന്ന്. അത്രത്തോളം മുസ്തഫയെ സ്നേഹിച്ച മഹാനായ പണ്ഡിതനായിരുന്നു അദ്ദേഹം. മാത്രമല്ല, ലോകത്തിന് അദ്ദേഹം വലിയ ഒരു മെസ്സേജ് പകർന്നു കൊടുത്തു. ആളുകൾ എത്ര ഉന്നതരായിരുന്നാലും എത്ര മഹാന്മാരായിരുന്നാലും അവരുടെയൊക്കെ വാക്കുകളിൽ നേരുമുണ്ടാകും, നേരല്ലാത്തതുമുണ്ടാകും, തള്ളേണ്ടതുമുണ്ടാകും, കൊള്ളേണ്ടതുമുണ്ടാകും. അതേ അവസരത്തിൽ മദീനയിലെ ഖബറിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, മുസ്തഫ കിടക്കുന്ന ഖബറിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ലോകം ശരിക്ക് ശ്രദ്ധയോടെ പഠിക്കേണ്ടതാണ്. ഇല്ലാ സാഹിബു ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടേത് ഒഴികെ അവിടുത്തെ വാക്കുകൾ മുഴുവനും കൊള്ളേണ്ടതേ ഉണ്ടാകൂ. തള്ളേണ്ട ഒരു വാചകത്തിന്റെ അംശം പോലും അവിടുത്തെ വാക്കുകളിൽ ഉണ്ടാവുകയില്ല. മറിച്ച് എല്ലാവരുടെ വാക്കുകളിലും ഉണ്ടാകും തെറ്റും ശരിയുമെന്ന്. അതിലൂടെ ലോകത്തിന് പകർന്നു കൊടുത്തത് ആരെയും അന്ധമായി അനുകരിക്കേണ്ടതില്ല. അന്ധമായി നമുക്ക് അനുകരിക്കാൻ പറ്റിയത് അള്ളാഹുവിൻ്റെ റസൂലിനെ മാത്രമാണ്. അവിടുന്നാണ് നമ്മുടെ ആത്മീയമായ ഗുരുക്കന്മാരുടെ നേതാവ്. അവിടുന്നാണ് റബ്ബിന്റെ വഹി കിട്ടുന്ന നേതാവ്. അവിടുത്തേക്കാണ് തെറ്റുകൾ വരാതെ റബ്ബിന്റെ കാവലുണ്ടാവുക എന്ന് ലോകത്തിന് പകർന്നു കൊടുത്ത മഹനീയമായ വ്യക്തിത്വം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മുസ്തഫയോടുള്ള ബഹുമാനം, അവിടുത്തോടുള്ള ആദരവ്, അവിടുത്തോടുള്ള ബഹുമാനം, അവിടുത്തെ വാക്കുകളോട് പോലുമുള്ള ബഹുമാനം. ഇന്ന് എവിടെയെങ്കിലും വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളെ വലിച്ചു കീറുന്ന, ആ ഹദീസുകൾ വായിച്ചതിനെ പുച്ഛിക്കുന്ന, അതെനിക്ക് സ്വീകാര്യമല്ലെന്ന് പറയുന്ന ആര് റിപ്പോർട്ട് ചെയ്താലും, ബുഖാരി റിപ്പോർട്ട് ചെയ്താലും മുസ്ലിം റിപ്പോർട്ട് ചെയ്താലും എനിക്ക് ആ ഹദീസ് സ്വീകാര്യമല്ല, ഞാൻ ഖുർആനെ അംഗീകരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന വിവരദോഷികളുണ്ട്. നമ്മൾ പഠിക്കണം. നമുക്ക് നമ്മുടെ മുസ്തഫയോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ് അവിടുന്ന് കൊണ്ടുവന്നത് മുഴുവനും സ്വീകരിക്കുക, അവിടുന്ന് വിലക്കിയത് മുഴുവനും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ സന്നദ്ധരാവണം. കാരണം അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാണ്. ഈ അർത്ഥത്തിൽ അവിടുത്തോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുന്ന, ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും അത് കാത്തു സൂക്ഷിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ നാം ഒക്കെ പരിശ്രമിക്കേണ്ടതുണ്ട്. സർവശക്തനായ റബ്ബ് മഹബ്ബത്തുർ റസൂൽ യഥാവിധി പ്രദാനം ചെയ്തുകൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഉണർത്തുകയാണ്. പ്രിയ സഹോദരങ്ങളെ, മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അറിവ്
അതേപോലെ തന്നെ മതപരമായ കാര്യങ്ങളിൽ സംസാരിക്കൽ, മതം സമൂഹത്തോട് പറയൽ, മതവിധി അന്വേഷിക്കുന്നവരുടെ മുമ്പിൽ അതിന് ഫത്വ നൽകൽ, ഇതൊക്കെ വലിയ ഭാരിച്ച അമാനത്തായിട്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി കണ്ടിരുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ വചനം അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ വർ റസൂല, നിങ്ങൾ അല്ലാഹുവിനെ വഞ്ചിക്കരുതേ, റസൂലിനെയും വഞ്ചിക്കരുതേ, വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു അമാനത്തുകളോടും നിങ്ങൾ വഞ്ചന കാണിക്കരുത് എന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വിജ്ഞാനം പഠിപ്പിക്കുമ്പോൾ അതൊരു വലിയ അമാനത്താണെന്നും എൻ്റെ റബ്ബിൻ്റെ കോടതിയിൽ അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കപ്പെടുമെന്നും വലിയ പേടിയുള്ള വ്യക്തിത്വമായിരുന്നു. നാം മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ ചരിത്രം. ഒരിക്കൽ വളരെ ദൂരദേശത്ത് നിന്ന് ഒരാൾ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പ്രതികരിച്ചു, ലാ ഉഹ്സിനുഹാ, എനിക്കതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല. നിങ്ങൾ ചോദിച്ച സംശയത്തിന് മറുപടി പറയാൻ എനിക്ക് വ്യക്തമായി അതിനറിവില്ല എന്ന് പറഞ്ഞപ്പോൾ വന്ന ചോദ്യകർത്താവ് നിരാശയോടുകൂടി പറഞ്ഞു, മാലിക് അവറുകളെ, സാഫർതു ഇലൈക മിൻ ബലദിൻ ബഈദ്, എത്ര ദൂരത്ത് നിന്നാണെന്നോ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് യാത്ര ചെയ്തു വരുന്നത്. എത്ര ദിവസമായി നിങ്ങളിൽ നിന്ന് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഞാൻ യാത്ര ചെയ്തു വരുന്നു. എന്നിട്ട് നിങ്ങളുടെ അടുത്തെത്തി നോക്കുമ്പോൾ നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ എനിക്കത് അറിയില്ലെന്നാണോ മറുപടി പറയേണ്ടത്? എന്താണ് ഞാൻ എൻ്റെ നാട്ടുകാരോട് തിരിച്ചു ചെന്നാൽ പറയേണ്ടത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തിരിച്ചു പറഞ്ഞു കൊടുത്തു, നിന്റെ നാട്ടുകാരോട് ഫഅഖ്ബിർ ഖൗമക, നിന്റെ ജനതയോട് പോയിട്ട് പറ, അന്നീ ലാ ഉഹ്സിനുഹാ, മാലിക് പറയുന്നുണ്ട് എനിക്കതിനെ അറിയില്ല എന്ന്, എനിക്കതിനെപ്പറ്റി നന്നായി കൃത്യമായ അറിവില്ല എന്ന് പറഞ്ഞു എന്ന് അവരോട് പോയി പറഞ്ഞേക്കൂ എന്ന്. നോക്കൂ നിങ്ങൾ, ഇതാണ് വിജ്ഞാനത്തോടുള്ള വലിയ അമാനത്ത്. അറിവില്ലാതെ എന്തും വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടത്തിൽ വാട്സപ്പിലെ മുഫ്തിമാരെ കാണാം, ഗൂഗിൾ മുഫ്തിമാരെ കാണാം, ഫേസ്ബുക്കുകളിൽ ഫത്വ കൊടുക്കുന്നവരെ കാണാം. ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ ഞാൻ വളർന്നിട്ടുണ്ടെന്ന് അഹങ്കരിക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സൂക്ഷ്മതയുള്ള പണ്ഡിതന്റെ ഈ ചരിത്രം ലോകത്തിനൊരു മാതൃകയാണ്. കാരണം ദീന് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ പോക്കറ്റിൽ നിന്നെടുത്ത് സംസാരിക്കാൻ പറ്റില്ല. റബ്ബിൻ്റെ ദീനാണ് പറയുന്നത്, റബ്ബിൻ്റെ ദീനാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ അറിഞ്ഞുകൊണ്ടൊരു കളവോ അറിഞ്ഞുകൊണ്ട് ഒരു അനാവശ്യമായ കാര്യങ്ങളോ കടന്നുകൂടാൻ പാടില്ല എന്ന സൂക്ഷ്മതാബോധമാണ് ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നോക്കൂ നിങ്ങൾ, തൻ്റെ സമൂഹത്തിൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ അദ്ദേഹം പറയും, ഒരു ചോദ്യം കേൾക്കുമ്പോൾ പോലും ആ ചോദ്യത്തെ ശരിക്ക് കേട്ട് മനസ്സിലാക്കി ഉത്തരം ചെയ്യാൻ എൻ്റെ റബ്ബ് എനിക്ക് തൗഫീക്ക് തരണം എന്ന് റബ്ബിനോടെപ്പോഴും സഹായം തേടണേ. നിങ്ങൾ ഏത് വിഷയത്തിലും റബ്ബിനോട് എപ്പോഴും സഹായം തേടണേ, റബ്ബിനോട് മാത്രം നിങ്ങൾ സഹായം തേടണേ എന്ന് തൻ്റെ ശിഷ്യന്മാരോട് എപ്പോഴും പറഞ്ഞു കൊടുക്കും അദ്ദേഹം. അദ്ദേഹത്തോടെ മുമ്പിൽ ശിഷ്യന്മാർ വല്ല ചോദ്യവുമായി വന്നാൽ പോലും ഉടനെ അദ്ദേഹം പറയുമായിരുന്നു എന്നാണ്. ആ ചോദ്യം കേൾക്കുന്നതിൻ്റെ മുമ്പേ പറയും, മാഷാ അല്ലാഹ്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹ് ഉദ്ദേശിക്കുന്നതേ നടക്കൂ, അവനെ എല്ലാത്തിനും കഴിവുള്ളൂ, അവനെ എല്ലാത്തിനും പ്രാപ്തിയുള്ളൂ, ശരിതെറ്റുകൾ നിർണയിക്കാനുള്ള കഴിവും എന്തിനും പോന്നവൻ അവൻ മാത്രമാണ് എന്ന് യഥാർത്ഥമായ തൻ്റെ തൗഹീദിനെ തൻ്റെ മനസ്സിൽ അരക്കിട്ടുറപ്പിച്ച് താൻ അറിവില്ലാത്തവനാണെന്ന വിനീത ഭാവത്തെ മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ടാണ് ചോദ്യം കേട്ട് ഉത്തരം പറയാൻ പോലും മഹാനവറുകൾ സന്നദ്ധനായിരുന്നത് എന്നാണ്. ജീവിതത്തിൻ്റെ അവസാനം വരെയും ഈ വൈജ്ഞാനികമായ താല്പര്യത്തിൽ അദ്ദേഹം മുന്നോട്ട് പോയി. അതേ അവസരത്തിൽ തന്നെ കുടുംബത്തോടും മക്കളോടുമൊക്കെ നല്ല പെരുമാറ്റം കാഴ്ചവെക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിട്ടുണ്ട്. അവിടുന്ന് പറയുമായിരുന്നു അതിൻ്റെ മഹത്വം, ഫീദാലിക മർളാത്തുൻ ലിറബ്ബിക, നിന്റെ റബ്ബിൻ്റെ തൃപ്തി കിട്ടണമെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകണമെങ്കിൽ, നമ്മുടെ ആയുസ്സിൽ റബ്ബ് ബറക്കത്ത് ചൊരിയണമെങ്കിൽ ഇണയോടും മക്കളോടും കുടുംബത്തോടുമൊക്കെയുള്ള ബന്ധം ഊഷ്മളമാക്കി നിലനിർത്തണം അദ്ദേഹം പറയാറുണ്ടായിരുന്നു. മരണനേരത്തെ ഷഹാദത്ത് ഉരുവിട്ടുകൊണ്ട് ഹിജറ 179 വർഷമാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പൊന്നോമന പുത്രൻ ഇബ്രാഹിം എന്ന കുഞ്ഞുമോനെ അടക്കം ചെയ്തിട്ടുള്ള ബഖീയിലെ ആ ഖബർസ്ഥാനിൽ ആ ഖബറിൻ്റെ തൊട്ട് ചാരയായിക്കൊണ്ടാണ്
ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെയും ഖബറടക്കിയത്. അദ്ദേഹം പറഞ്ഞ വിവിധ വസിയത്തുകളിൽ ഒരു വസിയത്തുണ്ടായിരുന്നു, അലൈക ബിമുജാലസതി മൻ യസീദു ഫീ ഇൽമിക ഖൗലുഹു. നീ ആരുടെയെങ്കിലും സദസ്സിൽ പോയിരിക്കുകയാണെങ്കിൽ നല്ല കൂട്ടുകാരുടെ കൂടെ മാത്രമേ ഇരിക്കാവൂ. അവരുടെ കൂടെ ഇരുന്നാൽ അവരുടെ വാക്ക് എൻ്റെ അറിവിൽ എനിക്ക് വർധനവുണ്ടാക്കിത്തരും, എനിക്കെന്തെങ്കിലും പഠിക്കാനുണ്ടാകും. അവരുടെ വാക്ക് കേട്ടാൽ, അവരുടെ പ്രവർത്തനം കണ്ടാൽ ആഖിറത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് അതെന്നെ ക്ഷണിക്കും എന്നൊക്കെ ബോധ്യമുള്ളയിടത്തെ നീ സദസ്സിൽ പോയി ഇരിക്കാവൂ. അല്ലാത്ത മറ്റ് വൃത്തികെട്ട സദസ്സുകളിലും അനാവശ്യമായ വേദികളിലും നിന്റെ സമയം നീ തള്ളി നീക്കരുതെന്ന് ലോകത്തോട് നൽകിയ വസിയത്തായിരുന്നു. പ്രിയമുള്ളവരെ, ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ്? വിജ്ഞാനം വിശ്വാസിക്ക് ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അത് നേടണം. അതിലേറ്റവും വലിയ അറിവാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള അറിവ്, ദീനിനെ കുറിച്ചുള്ള അറിവ്. കാരണം ഖബറിൽ വെക്കപ്പെട്ടാൽ ഈ 3 ചോദ്യങ്ങളാണ് പ്രധാനമായും ഉണ്ടാവുക: റബ്ബ്, ദീന്, റസൂല്. അതറിയാനും മറുപടി പറയാനും കേൾപ്പ് നേടണമെങ്കിൽ കേവലം വാചകങ്ങൾ പോരാ, കർമ്മങ്ങൾ വേണം, ചിന്ത വേണം. അതിനു വേണ്ടത് തയ്യാറാക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബത്ത് ജീവിതത്തിലൊന്നും നിലനിർത്തുന്ന, വിജ്ഞാനത്തോടുള്ള സ്നേഹം നിലനിർത്തുന്ന സജ്ജനങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അവൻ ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار.